Hi friends, Technotips Malayalam channel എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ആൻഡ്രോയിഡ് ഫോണിലെ സെൻസറിൻ്റെ ഒരു സീക്രട്ട് ട്രിക്കാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആൻഡ്രോയിഡ് ഫോണിൽ സെൻസറിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ സ്ക്രീന് മൊത്തത്തിൽ ബ്ലോക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് ഏതെങ്കിലും ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാനോ അല്ലെങ്കിൽ സ്ലൈഡ് ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. ഓക്കെ, ഇത് നമുക്ക് യൂസ് കഴിഞ്ഞ ശേഷം അതേപടി സെൻസറിൽ ക്ലിക്ക് ചെയ്തിട്ട് അൺലോക്ക് ചെയ്യാനും പറ്റുന്നതാണ്. നമുക്ക് ഒരുപാട് യൂസബിളായൊരു ട്രിക്കാണ്. അതിൽ ചിലത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒരു ഉദാഹരണത്തിന് നിങ്ങളുടെ ഏതെങ്കിലും കൂട്ടുകാരൻ യൂട്യൂബിൽ ഏതെങ്കിലും വീഡിയോസ് കാണാനായിട്ട് നിങ്ങളുടെ ഫോൺ വാങ്ങുന്നുണ്ടെങ്കിൽ അവർക്ക് ആ വീഡിയോ പ്ലേ ചെയ്തിട്ട് നൽകിയ ശേഷം നമുക്ക് ഈ ട്രിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് മറ്റു വീഡിയോ കാണാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം ഞാൻ കാണിച്ചത് എൻ്റെ ഫോണിൽ ടച്ചും ഒക്കെ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും, സ്ലൈഡും ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ ആ സെൻസറിൽ ക്ലിക്ക് ചെയ്തിട്ട് സ്ക്രീന് ബ്ലോക്ക് ചെയ്തു. അതിനുശേഷം വീഡിയോ പ്ലേ ആവുന്നത് തന്നെയുണ്ട്. അപ്പോൾ ഇതേപോലെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് മറ്റു വീഡിയോ കാണാൻ പറ്റത്തില്ല. ഇതേപടി നമുക്ക് കുട്ടികൾക്കും കാർട്ടൂൺ വീഡിയോസ് കാര്യങ്ങളൊക്കെ നമ്മളൊരു വീഡിയോ പ്ലേ ചെയ്ത് നൽകി കഴിഞ്ഞാൽ അവർക്ക് അത് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. പിന്നെ അത് കൂടാതെ നമുക്ക് കുട്ടികൾക്ക് ഫോൺ നൽകുന്ന സമയത്ത് നമ്മുടെ ഫോണിൽ ഗാലറിയിൽ നിന്നും ഫോട്ടോസും വീഡിയോസും ഫയൽസും ഒക്കെ ഡിലീറ്റായി പോകുന്നതിൽ നിന്നും നമുക്ക് ഒരുപാട് ഗുണകരമായ ഒരു ട്രിക്കാണിത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കാം. അതേപോലെ തന്നെ വീഡിയോയുടെ ഏറ്റവും താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് ചെയ്തിട്ട് അറിയിക്കാം. ഈ ഒരു ട്രിക്കിനായിട്ട് നമുക്ക് ആദ്യം ടച്ച് പ്രൊട്ടക്ടർ എന്നൊരു ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, അവിടെ നിന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ ഉപയോഗം നോക്കാനായിട്ട് നമുക്ക് ആപ്ലിക്കേഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത ശേഷം നമുക്കിവിടെ താഴെ നെക്സ്റ്റ് ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് പോവാം. വീണ്ടും നെക്സ്റ്റ് 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 നെക്സ്റ്റ്. അതിനുശേഷം ഗോ ടു സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആക്സസിബിലിറ്റി സെറ്റിങ്സ് എനേബിൾ ചെയ്ത് വെക്കണം. അപ്പോൾ നമ്മളിവിടെ ആക്സസിബിലിറ്റി സെറ്റിങ്സ് എന്ന ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ സാംസങ്ങിലാണെങ്കിൽ ഏറ്റവും താഴെയാണ് ഈ ഓപ്ഷൻ വരുന്നത്. നമുക്കിവിടെ ടച്ച് പ്രൊട്ടക്ടർ എന്ന ആപ്ലിക്കേഷൻ്റെ ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ എൻ്റെ ഹുവാവേ ആയതുകൊണ്ട് ഇവിടെയാണ് ഓപ്ഷൻ വരുന്നത്. ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കാം. ഓഫ് ആയിരിക്കും. അപ്പോൾ അതൊന്ന് ഓൺ ചെയ്തിട്ട് ഇവിടെ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് ബാക്ക് ബട്ടൺ അടിച്ചിട്ട് വീണ്ടും പുറകോട്ട് ആപ്ലിക്കേഷനിലേക്ക് പോകാം. ഇനി നമ്മൾ ആപ്ലിക്കേഷനിൽ കുറച്ച് സെറ്റിങ്സ് ഒക്കെ ചെയ്ത് വെക്കണം. ആദ്യം നമുക്കിവിടെ ഷെയ്ക്ക് എന്നൊരു ഓപ്ഷൻ കാണാം. ഷെയ്ക്ക് എന്ന ഓപ്ഷനിൽ നമുക്ക് ഷെയ്ക്ക് ലോക്കിങ്ങും അൺലോക്കിങ്ങും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ എനേബിൾ ചെയ്ത് വെക്കാൻ പറ്റും. ഈ രണ്ട് ഓപ്ഷനും ഞാനിപ്പോൾ ഡിസേബിൾ ചെയ്ത് വെക്കുകയാണ്. ഇനി നമ്മൾ പ്രോക്സിമിറ്റി എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഏറ്റവും മുകളിലുള്ള പ്രോക്സിമിറ്റി കവേർഡ് ലോക്കിങ് പിന്നെ പ്രോക്സിമിറ്റി കവേർഡ് അൺലോക്കിങ് ഈ രണ്ട് ഓപ്ഷനും തീർച്ചയായിട്ടും എനേബിൾ ചെയ്ത് വെക്കുക. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്ത് വെക്കാം. അതേപോലെ തന്നെ നമുക്ക് അപ്പ് സൈഡ് ഡൗൺ എന്നൊരു ഓപ്ഷനുണ്ട്. നമുക്ക് അപ്പ് സൈഡ് ഡൗൺ ലോക്കിങ്ങും അതുപോലെ റൈറ്റ് സൈഡ് അപ്പ് അൺലോക്കിങ്ങും ഈ സെറ്റിങ്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് വെക്കാം. ഇതൊക്കെ അത്ര അത്യാവശ്യമുള്ള കാര്യമല്ല. നിങ്ങൾക്ക് അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് ചെയ്യാം. പിന്നെ നമുക്ക് ഹാർഡ് കീസ് വോളിയം അപ്പ് കീ അൺലോക്കിങ്ങും അതുപോലെ വോളിയം ഡൗൺ കീ അൺലോക്കിങ് ഇതൊക്കെ എനേബിൾ ആയിരിക്കും ഡിഫോൾട്ടായിട്ട്. നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം. അഥവാ നിങ്ങൾക്ക് വോളിയം അപ്പ് കീ ഡൗൺ കീയിൽ അൺലോക്കിങ് വേണ്ടാന്നുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം. അതേപോലെ നമുക്ക് നെക്സ്റ്റ് ഓപ്ഷനിൽ ലോക്ക് ഡിസൈൻ എന്നൊരു ഓപ്ഷൻ കാണാം. ഇതിൽ നമുക്ക് സെറ്റിങ്സ് മാറ്റം ചെയ്യണമെന്നുണ്ടെങ്കിൽ മാറ്റം ചെയ്യാം. അപ്പോൾ തീർച്ചയായിട്ടും മസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ രണ്ട് ഓപ്ഷൻ ചെയ്ത് വെക്കാം. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ വൈൽ ലോക്ക്ഡ് എന്ന ഓപ്ഷനിൽ വന്ന ശേഷം ബ്ലോക്ക് വോളിയം കീ എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അത് നമുക്ക് എനേബിൾ ചെയ്ത് വെക്കാം. അഥവാ നിങ്ങൾക്ക് വോളിയം കീയിൽ അൺലോക്കിംഗ് വേണ്ടാന്നുണ്ടെങ്കിൽ അത് ചെയ്ത് വെക്കാൻ പറ്റും. ബ്ലോക്ക് ക്യാമറ കീസും ബ്ലോക്ക് വോളിയം കീസും. ഇത്രയും കാര്യങ്ങൾ ചെയ്ത ശേഷം നമ്മുടെ ഫോണിൽ സെൻസറിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫോണിൽ സ്ക്രീന് മൊത്തം ടച്ച് ബ്ലോക്ക് ആയിരിക്കും. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാനോ സ്ലൈഡ് ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. അതേപോലെ നമ്മൾ വോളിയം കീസ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വോളിയം കീസിൽ നമുക്ക് ടച്ച് ചെയ്താലും ഡൗൺ കീയോ അപ്പ് കീയോ ക്ലിക്ക് ചെയ്താലും ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ഒരു ട്രിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പരമാവധി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീണ്ടും കാണാം മറ്റൊരു വീഡിയോയുമായി.